ഒരു ദിവസം മഹർഷി ദുർവാസാവ് യോഗിയായ ഇന്ദ്രദേവനെ കണ്ടു. അദ്ദേഹം വളരെ ആദരവോടെ ഒരു ഹാരം മാനിച്ചു. ഇന്ദ്രൻ അത് തന്റെ ആനയായ അരാവതത്തിന്റെ തലയിൽ വെച്ചു. പക്ഷേ അരാവതം ആ മാല നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇത് കണ്ട് ദുർവാസാവ് മഹർഷിക്ക് വലിയ കോപം വന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അഹങ്കാരികളാണ്. ഞാൻ നൽകിയ ഹാരം നിങ്ങൾ ആദരവോടെ സ്വീകരിച്ചില്ല, അതിനാൽ നിങ്ങളുടെ ശക്തിയും കുലവും നശിക്കും. ഇന്ദ്രൻ ക്ഷമ ചോദിക്കാതെ അമരാവതിയിലേക്ക് മടങ്ങി. ശാപത്തിന്റെ ഫലമായി ദേവന്മാർ ശക്തിയും ഊർജവും നഷ്ടപ്പെടുത്തി. സസ്യങ്ങൾ ഉണങ്ങി, മനുഷ്യർ ദാനധർമ്മം നിർത്തി, എല്ലാവരും സ്വാർത്ഥരായി. ദേവന്മാർ ബലഹീനരായപ്പോൾ അസുരന്മാർ അവരെ ആക്രമിച്ച് കീഴടക്കി. അവസാനം ദേവന്മാർ വിഷ്ണുവിനോട് സഹായം തേടി. വിഷ്ണു പറഞ്ഞു, സമുദ്രം മഥിച്ച് അമൃതം നേടണം. അതിലൂടെ നിങ്ങൾക്ക് വീണ്ടും ശക്തിയും അനശ്വരതയും ലഭിക്കും. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മഥനം തുടങ്ങി. സമുദ്രത്തിൽ നിന്ന് പല ദിവ്യവസ്തുക്കളും പുറപ്പെട്ടു. അവയിൽ നിന്ന് താമരയിൽ ഇരുന്ന് ലക്ഷ്മി ദേവി ഉദിച്ചു. അവൾ വിഷ്ണുവിനെ തന്റെ യജമാനായി തിരഞ്ഞെടുത്തു. ലക്ഷ്മിയുടെ അനുഗ്രഹത്തോടെ ദേവന്മാർക്ക് ശക്തി തിരികെ ലഭിച്ചു. അവർ അസുരന്മാരെ തോൽപ്പിച്ചു.